എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ രാമായണത്തിന് വേണ്ടി ഒരു മാസം അല്ലെങ്കിൽ ഭാഗവതത്തിന് വേണ്ടി ഒരു 7 ദിവസം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മനുഷ്യജന്മം എപ്പോഴും സദാ പ്രാർത്ഥനാനിരതമായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഋഷിവര്യന്മാർ. സദാ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ കർമ്മയോഗികളായ മനുഷ്യരെന്ത് ചെയ്യും? നമ്മൾക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യാതെ ജീവിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് നമുക്ക് കർമ്മത്തിനിടയിലൂടെ പ്രാർത്ഥിക്കാനാണ് നമ്മളുടെ നാമജപം നമ്മളെ സഹായിക്കുന്നത്. നാമജപം വലിയ ശ്ലോകങ്ങൾ, സംസ്കൃതം ശ്ലോകങ്ങൾ കാണാപ്പാഠം പഠിച്ച് ചൊല്ലി ഇരിക്കേണ്ടതല്ല. നമ്മൾക്ക് പ്രണവമന്ത്രം ആയ ഓംകാരം തൊട്ട് ദ്വയാക്ഷരം രാമരാമ എന്നോ, ത്രയാക്ഷരത്തിൽ ഹരി ഓം എന്നോ, അക്ഷരത്തിൽ നാരായണ 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 എന്നോ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാക്ഷരി മന്ത്രം നമഃശിവായ എന്നോ, എങ്ങനെ വേണമെങ്കിലും നാമം ചെല്ലാം. അല്ലെങ്കിൽ അമ്മേ ശരണം, ദേവീ ശരണം എന്നാവാം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോഴോ ഐസ്ക്രീം നുണയുമ്പോഴോ ഒക്കെ മനസ്സിനകത്ത് ഉരുടാവുന്ന ഒരു മന്ത്രമുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ടോണിൽ വേണമെങ്കിലും ചെല്ലാൻ പറ്റുന്നത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ഈ ഒരു മന്ത്രം നമ്മളുടെ മനസ്സിൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളുടെ മനസ്സിലേക്ക് ഓടിക്കയറി വരുന്ന ഒരുപാട് വേണ്ടാത്ത ചിന്തകളുണ്ടാകും. അങ്ങനെ വരുന്ന ചിന്തകളെ മാറ്റി നിർത്തിയിട്ട് ഇതിലേതെങ്കിലും ഒരു നാമം ഉരുവിട്ടുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ നമ്മൾ ശീലിച്ചെടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ബാല്യത്തിൽ തന്നെ അത് കുട്ടികളത് ശീലിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ ഒരു പ്രാർത്ഥനയോടെ ദശരഥൻ്റെ പുത്രലാഭത്തെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം സജീവോത്തമനായ സുമന്ത്രൻ ഇത്രയും കാലം മറ്റാരും അറിയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിപ്പോൾ രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഋഷ്യശൃംഗമുനിയുടെ സഹായത്തോടു കൂടി അവിടത്തേക്ക് പുത്രന്മാരുണ്ടാകും, അതെങ്ങനെയെന്ന് ഞാൻ അറിയിക്കാമെന്ന് സുമന്ത്രരാണ് പറയുന്നത്. തുടർന്ന് സുമന്ത്രൻ സനൽകുമാര മഹർഷിയുടെ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം വെളിപ്പെടുത്തി. വിഭാണ്ഡകൻ എന്ന മുനിയുടെ പുത്രനാണ് യുവാവായ ഋഷ്യശൃംഗൻ. വനാന്തരത്തിൽ പിതാവിൻ്റെ ആശ്രമത്തിൽ ജീവിക്കുന്ന ഋഷ്യശൃംഗൻ സർവ്വവിധേനയും ബ്രഹ്മചാരിയാണ്. വിഭാണ്ഡകനെ ശുശ്രൂഷിക്കുക, നിയമപ്രകാരമുള്ള ഹോമാദികൾ ചെയ്യുക എന്നിവയാണ് ഋഷ്യശൃംഗൻ സ്വയം ഏറ്റെടുത്തിട്ടുള്ളത്. പിതാവിനെ അല്ലാതെ മറ്റൊരു മനുഷ്യനെ, പുരുഷനെ ആവട്ടെ സ്ത്രീയാവട്ടെ, ആ മുനികുമാരൻ ഒരു തവണ പോലും കണ്ടിട്ടില്ല. ഇനി ഒരിക്കൽ അധർമ്മിഷ്ഠനായ ലോമപാത രാജാവ് ഭരിക്കുന്ന അംഗരാജ്യത്തിൽ കുറേ സംവത്സരങ്ങളോളം അനാവൃഷ്ടി ഉണ്ടാകും. മഴയില്ലാതായാലുള്ള കെടുതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. തൻ്റെ ദൂഷ്യം കൊണ്ടാണ് ഈ ദുസ്ഥിതി വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുന്ന ലോമപാതൻ പശ്ചാത്താപ വിവശനായിത്തീരും. താൻ എന്തു പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടതെന്ന് രാജാവ് ബ്രഹ്മജ്ഞന്മാരോട് അന്വേഷിക്കും. അവർ പറയും, ഋഷ്യശൃംഗനെ രാജധാനിയിലേക്ക് വരുത്തി രാജകുമാരിയായ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. ലോമപാതൻ ചില സ്ത്രീകളെ പറഞ്ഞയച്ച് ഋഷ്യശൃംഗനെ സൂത്രത്തിൽ കൊട്ടാരത്തിലേക്ക് വരുത്തുകയും തൻ്റെ പുത്രി ശാന്തയെ മുനികുമാരന് നൽകുകയും ചെയ്യും. അങ്ങനെയുള്ള ഋഷ്യശൃംഗൻ ദശരഥന് സന്താനലാഭമാർഗം കാണിച്ചു കൊടുക്കും. ഈ പ്രവചനം മന്ത്രിപ്രവരനിൽ നിന്നറിഞ്ഞ ദശരഥൻ അത്യധികമായ ജിജ്ഞാസയോടെ ആരാഞ്ഞു. സുമന്ത്രരെ, എന്തു സൂത്രം പ്രയോഗിച്ചാണ് ലോമപാതൻ ഋഷ്യശൃംഗനെ സ്വരാജധാനിയിലേക്ക് വരുത്തിയത്? മന്ത്രി ആ സംഭവം വിവരിച്ചു. എളുപ്പമല്ല ഋഷ്യശൃംഗനെ ആരണ്യമധ്യത്തിലുള്ള ഋഷിവാടത്തിൽ നിന്ന് തിക്കും തിരക്കമുള്ള രാജധാനിയിലേക്ക് ആനയിക്കുക എന്നത്. ലോമപാത രാജാവിനും പാർശ്വവർത്തികൾക്കും അറിയാവുന്നതാണത്. മുനികുമാരന് പിതാവിൻ്റെയും പക്ഷിമൃഗാദികളുടെയും സഹവാസമല്ലാതെ മനുഷ്യ സമ്പർക്കമേ ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക് രാജധാനിയിൽ നിന്ന് വരുന്നവരുടെ പ്രലോഭനങ്ങൾ വിഫലമാവുകയേ ഉള്ളൂ. ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ച് ഗാഠമായി പരിചിന്തനം ചെയ്തപ്പോൾ ലോമപാതന്റെ സജീവന്മാരുടെ മനസ്സിൽ ഒരു യുക്തി ഉയർന്നു വന്നു. ലാവണ്യവതികളായ വേശ്യാങ്കന്മാരുടെ ശൃംഗാരവിലാസങ്ങൾ സ്ത്രീരൂപം ദർശിച്ചിട്ടില്ലാത്ത ബ്രഹ്മചാരിയെ ആകർഷിച്ചെന്ന് വരാനിടയുണ്ട്. രാജാവിൻ്റെ അനുമതിയോടുകൂടി സജീവന്മാർ സ്വരൂപകളായ കുറേ വേശ്യമാർക്ക് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ വിഭാണ്ഡകന്റെ ആശ്രമത്തിലേക്ക് നിയോഗിച്ചു. വിഭാണ്ഡകനെ കൂടാതെ ഋഷ്യശൃംഗനെ തനിച്ചു കാണാനായി വളരെ നേരം കാത്തിരുന്നതിന് ശേഷമേ അവർക്ക് അതിനുള്ള സന്ദർഭം ലഭിച്ചുള്ളൂ. കാമ്യാംഗികളായ വേശ്യമാർ തങ്ങൾക്ക് സ്വായത്തമായ സകല ശൃംഗാര ചേഷ്ടകളോടും കൂടി ഋഷ്യശൃംഗനെ സമീപിച്ച് ചോദിച്ചു, അങ്ങ് ഏകനായി ഈ മഹാവനത്തിൽ സഞ്ചരിക്കുന്നുവല്ലോ, ആരാണ് അങ്ങെന്നും എന്താണ് അങ്ങ് ചെയ്യുന്നതെന്നും അറിയിക്കാൻ ദയവുണ്ടാകുമോ?
സ്ത്രീ പുരുഷ ഭേദം പോലും അറിയാത്ത മുനികുമാരൻ കമനീയാംഗികളായ വേശ്യാങ്കനമാരെ ജീവിതത്തിൽ ആദ്യമായി കണ്ടപ്പോൾ അവർ തന്നെയും പിതാവിനെയും പോലെയുള്ളവരാണെന്ന് കരുതി. ഞാൻ വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായ ഋഷിശൃംഗനാണ്. ഇവിടെ സമീപത്തുള്ള ആശ്രമത്തിൽ പിതാവിനോട് ഒന്നിച്ച് തപശ്ചര്യയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ എൻ്റെ ആശ്രമത്തിലേക്ക് വരണം. ഞങ്ങളുടെ ഭക്ഷണമായ കായ്കനികൾ സ്വീകരിക്കണം. വേശ്യകൾ കൂടെ കൊണ്ടുവന്നിരുന്ന പലതരം പലഹാരങ്ങൾ വാങ്ങി തിന്ന ഋഷിശൃംഗൻ അവയൊക്കെ കാട്ടിലില്ലാത്ത മാതിരിയുള്ള കായ്കളും കനികളുമാണെന്ന് ധരിച്ചുപോയി. വിഭാണ്ഡകൻ ആശ്രമത്തിലില്ലാത്ത തക്കം നോക്കിയാണ് സ്ത്രീകൾ ഋഷിശൃംഗനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചത്. മഹർഷിയെ അത്രയധികം ഭയപ്പെട്ടിരുന്ന സ്ഥിതിക്ക് മഹർഷി വന്നാൽ കാര്യം കുഴപ്പത്തിലാകുമെന്ന് അറിയാനായിരുന്ന അവർ സ്ഥലം വിട്ട് മറ്റൊരിടത്ത് കാത്തിരുന്നു. നൂതന സുഹൃത്തുക്കളുടെ വിയോഗം കാരണം അസ്വസ്ഥനായി തീർന്ന ഋഷിശൃംഗൻ അടുത്ത ദിവസം അവരെ അന്വേഷിച്ചു കണ്ടെത്തി. അത്യധികമായ ആത്മാർത്ഥത അഭിനയിച്ചുകൊണ്ട് അവർ ആരണ്യവാസികളായ നിഷ്കളങ്കകുമാരന് ക്ഷണമേകി. അങ്ങ് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരണം. സ്വാദിഷ്ടമായ പലതരം കായ്കനികൾ ഞങ്ങൾ അങ്ങേക്ക് തരാം. അങ്ങയുടെ അനുഷ്ഠാനങ്ങളും പൂജാകർമ്മങ്ങളും മറ്റും അവിടെയും യഥേഷ്ടം നടത്താം. അവരുടെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങി ഋഷിശൃംഗൻ അവരോടുകൂടി അംഗരാജ്യത്തിലേക്ക് പോയി. മുനികുമാരൻ ആ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കാല് കുത്തിയതേയുള്ളൂ. അതാ തകർത്തു പെയ്യുന്നു വർഷങ്ങളായി മാറി നിന്നിരുന്ന മഴ. ഋഷ്യശൃംഗന്റെ പരിപാവനത്വത്തിന്റെയും നിസ്സീമമായ ആത്മശക്തിയുടെയും പ്രത്യക്ഷോദാഹരണം അല്ലെങ്കിൽ മറ്റെന്തായിരുന്നു കേവലം അപ്രതീക്ഷിതമായ ആ സംഭവ വികാസം? ഹർഷപുളകിതനായ ലോമപാദ രാജാവ് ഉഴറിച്ചെന്ന് സമാഗതനായ ഋഷ്യശൃംഗന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് ആ മുനികുമാരനെ സ്നേഹാദരങ്ങളോടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വപുത്രിയായ ശാന്തയെ മാന്യാതിഥിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് രാജാവ് ധന്യനും കൃതാർത്ഥനുമായി. ഈ പൂർവകഥ മന്ത്രിപ്രധാനനായ സുമന്ത്രൻ പറഞ്ഞു കേട്ട ദശരഥ മഹാരാജാവ് പരിവാരങ്ങളോടുകൂടി അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ദീർഘയാത്ര ചെയ്ത് അംഗരാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നു. ലോമപാദന്റെ ഉപചാരപൂർവവും സ്നേഹമയവുമായ ആതിഥ്യം അനുഭവിച്ചുകൊണ്ട് അയോധ്യാധിപതി 7-8 ദിവസം താമസിക്കുന്നതിനിടയിൽ ഋഷ്യശൃംഗനെ പരിചയപ്പെടാനും ആ യുവയോഗിയുടെ മാഹാത്മ്യം നേരിട്ട് കണ്ടറിയാനും കഴിഞ്ഞതൊരു മഹാഭാഗ്യമായി കരുതി. തക്കതായ സന്ദർഭം ലഭിച്ചപ്പോൾ താൻ ഇത്ര ദൂരം വന്നത് എന്തിനാണ് എന്ന് ലോമപാദനെ അറിയിക്കുകയും ആ രാജാവിന്റെ സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്തു. രാജൻ, അങ്ങയുടെ പുത്രി ശാന്തിയെയും അവളുടെ ഭർത്താവ് ഋഷ്യശൃംഗനെയും എന്നോടുകൂടി അയോധ്യയ്ക്ക് അയച്ചു തരാൻ സന്മനസ്സുണ്ടാകണം. ദശരഥന്റെ അഭ്യർത്ഥന മാനിച്ച് അതിയായ സന്തോഷമുണ്ടായ ലോമപാദന്റെ ആഗ്രഹം അനുസരിച്ച് ഋഷ്യശൃംഗനും ശാന്തയും അയോധ്യാധിപതിയോടൊന്നിച്ച് അയോധ്യയിലേക്ക് പോയി അവിടുത്തെ അരമനയിൽ അതിഥികളായി പാർപ്പു തുടങ്ങി. ദശരഥന് വേണ്ടി അശ്വമേധയാഗവും പുത്രകാമേഷ്ടിയും നടത്തിക്കൊടുക്കാമെന്ന് ഋഷ്യശൃംഗൻ സമ്മതിച്ചതോടുകൂടി ആ കർമ്മങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ ചെയ്തു തീർക്കാൻ സുമന്ത്രന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരും മറ്റുള്ളവരും അവിശ്രാന്തം പണിയെടുത്തു. വാസ്തുവിദ്യാകുശലന്മാർ, ഭൂഖനനം ചെയ്യുന്നവർ, മൺവെട്ടുകാർ, കൊത്തന്മാർ മുതലായവരുടെ പ്രവർത്തനങ്ങൾ ഗംഭീരമായ യാഗശാലയുടെ നിർമ്മാണത്തിൽ പര്യവസാനിച്ചു. വിദേഹം, കാശി, കേകയം, സിന്ധു, സൗവീരം, സൗരാഷ്ട്രം മുതലായ ഒട്ടേറെ രാജ്യങ്ങളിലെ രാജാക്കന്മാർ അവരുടെ പരിവാരങ്ങളോടുകൂടി ദശരഥന്റെ ക്ഷണപ്രകാരം അയോധ്യയിൽ എത്തിച്ചേർന്നു. അവിടങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ വിവിധ ശ്രേണികളിലുള്ള നിരവധി ജനങ്ങളെ അയോധ്യ നിവാസികൾ തങ്ങളുടെ ഗൃഹങ്ങളിൽ പാർപ്പിച്ച് അവരുടെ സുഖസൗകര്യാദികൾ നോക്കി. വിദേശങ്ങളിൽ നിന്ന് വന്നവർ സ്വന്തം ഗൃഹങ്ങളിലാണ് ഞങ്ങൾ എന്ന് തോന്നിപ്പിക്കുമാറ് അത്രമാത്രം ആതിഥ്യ മര്യാദയാണ് ദശരഥന്റെ പ്രജകൾ പ്രകടിപ്പിച്ചത്. വമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ പരമ്പരാഗതമായ രീതിയിൽ ശാസ്ത്രാനുസാരിയായ വിധത്തിൽ അശ്വമേധയാഗം ആരംഭിക്കുകയും തുടരുകയും സമാപിക്കുകയും ചെയ്തു. ഋഷ്യശൃംഗൻ ദശരഥനോട് പറഞ്ഞു, രാജൻ, അങ്ങയുടെ സന്താനലബ്ധിക്കായി അഥർവവേദത്തിൽ പ്രോക്തമായ മന്ത്രങ്ങൾ പ്രയോഗിച്ച് ഞാനിനി പുത്രകാമേഷ്ടി എന്ന മഹത്തായ യാഗം ചെയ്യാൻ പോകുന്നു. ആ യാഗം ശുഭമായി പര്യവസാനിക്കുമ്പോഴേക്കും തീർച്ചയായും ഉദ്ദിഷ്ടഫലം ഉളവാകും. ആ സമയത്തോടടുപ്പിച്ച് ദിവ്യദുർഗക്കാരായ ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും മറ്റും ചില ഋഷിപ്രവരന്മാരോടൊന്നിച്ച് ബ്രഹ്മദേവനെ ചെന്നുകണ്ട് ഒരു സങ്കടം ബോധിപ്പിച്ചു. രാക്ഷസേന്ദ്രനായ രാവണൻ മുമ്പ് ബ്രഹ്മദേവനാൽ തന്നെ ദത്തമായിരുന്ന വരത്തിന്റെ ബലം കൊണ്ട് മത്തനായി ഞങ്ങൾക്കെല്ലാം ഉപദ്രവം ഉളവാക്കുകയും ലോകത്തെ തന്നെ വല്ലാതെ ദ്രോഹിക്കുകയും ചെയ്തു വരുന്നു. മനുഷ്യജാതിയിൽപ്പെട്ടവരെല്ലാം ആ പരമദുഷ്ടനെ ഭയപ്പെടുന്നത് മനസ്സിലാക്കാമെങ്കിലും ദേവന്മാരിൽ പലർ പോലും അവന് വഴങ്ങുന്നത് കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക? ജഗത്സാക്ഷിയായ സൂര്യദേവൻ രാവണൻ ചൂടേൽപ്പിക്കാനും സദാഗതിയായ വായുദേവൻ അവന്റെ അടുത്തു ചെല്ലാനും വരുണദേവരൂപമായ മഹാസമുദ്രം അവനെ കാണുമ്പോൾ തിരമാലകൾ പുറപ്പെടുവിക്കുവാനും ധൈര്യപ്പെടുന്നില്ല. ലോകകണ്ഠകനായ രാവണനെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ ലോകമാകെ നശിച്ചു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിസ്സഹായരായ ദിവ്യവർഗക്കാരുടെ സങ്കട നിവേദനം കേട്ട്
കരുണാവാരധിയായ ബ്രഹ്മദേവൻ അവർക്ക് ധൈര്യമേകി. രാവണ നിഗ്രഹത്തിന് ഒരു പഴുതന്വേഷിക്കുന്നത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉൾപ്പെട്ട വർഗക്കാരിൽ ആർക്കും അവനെ വധിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ മുമ്പൊരു വരം നൽകിയത് ശരി തന്നെ. എന്നാൽ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരുവനിൽ നിന്ന് അവന്റെ മൃത്യു സംഭവിക്കുകയില്ല എന്നില്ല. അതുകൊണ്ട് അവന്റെ അന്തകനായ ഒരു മനുഷ്യൻ ജനിക്കേണ്ടിയിരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സന്നിഹിതരുടെ കണ്ണഞ്ചിച്ചുകൊണ്ട് അത്ഭുതകരമായ ഒരു തേജോവലയം അവരുടെ പുരോഭാഗത്ത് ആവിർഭവിക്കുകയും അതിനുള്ളിൽ ശംഖചക്ര ഗദാപത്മധരനായ മഹാവിഷ്ണു നിൽക്കുകയും ചെയ്യുന്നത് കാണുമാറായി. ബ്രഹ്മദേവനാലും മറ്റു ദിവ്യവർഗക്കാരാലും പ്രാർത്ഥിതനായ മഹാവിഷ്ണു കാരുണ്യാമൃതം തുളുമ്പുന്ന സരോജതള തുല്യ നേത്രങ്ങൾ അവരിലേക്ക് അയച്ചുകൊണ്ട് അരുളി ചെയ്തു: നിങ്ങൾക്ക് യാതൊരു ഭയമോ സംശയമോ ആവശ്യമില്ല. പുത്രാമാത്യ ബന്ധു ജനങ്ങളോടൊപ്പം രാവണനെ ഞാൻ വധിക്കാതിരിക്കുകയില്ല. മാത്രമല്ല, ഞാൻ ദീർഘകാലം ഭൂമി ഭരിച്ച് വാഴുകയും ചെയ്യും. കൃതജ്ഞാഭരിതരായ ബ്രഹ്മദേവാദികളുടെ ഭക്തനിർഭരമായ സ്തുതിഗീതങ്ങൾ മുഴങ്ങുന്നതിനിടയിൽ മഹാവിഷ്ണുവിന്റെ മനോജ്ഞ രൂപവും അത് ഉൾക്കൊണ്ടിരുന്ന തേജോവലയവും അവരുടെ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. സരയൂ നദീതീരത്തിലെ യാഗശാലയിൽ ദശരഥ മഹാരാജാവിന്റെ ആഭിമുഖ്യത്തിൽ ഋഷ്യശൃംഗ മഹർഷിയുടെ കാർമ്മികത്വത്തിൽ പുത്രകാമേഷ്ടിയിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന സന്മുഹൂർത്തം സമാഗതമാകുന്നു. യാഗകർമ്മങ്ങളിൽ ദത്തദൃഷ്ടികളായിരിക്കുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് അതാ യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വരികയാണ് അപൂർവ ദൃഷ്ടവും അത്ഭുതകരവുമായ ഒരു മഹാഭൂതം. കറുകറുത്ത ശരീരവും ചുവന്ന രക്താഭമായ ഉടയാടകളും സിംഹസടാസമാനമായ ശ്മശ്രുകേശാദികളും സൂര്യസദൃശമായ തീഷ്ണചേതസ്സും അലൗകികമായ ആഭരണജാലവും മറ്റും ആ മഹാഭൂതത്തിന്റെ പ്രത്യേകതകളാണ്. രജത നിർമ്മിതമായ അടപ്പുള്ളതും കനകനിർമ്മിതവുമായ ഒരു പാത്രം ഇരു കൈകളിലും ഏന്തിക്കൊണ്ട് മഹാഭൂതം ദശരഥനോട് പറഞ്ഞു: രാജൻ, പ്രജാപതി ദേവന്റെ പ്രതിപുരുഷനാണ് ഞാൻ. വംശാഭിവൃദ്ധിക്കായുള്ള യാഗമാണല്ലോ അങ്ങിപ്പോൾ അനുഷ്ഠിക്കുന്നത്. ആ യാഗത്തിന്റെ സൽഫലങ്ങൾ അങ്ങേക്കിതാ സിദ്ധിച്ചിരിക്കുന്നു. ദേവനിർമ്മിതമായ പായസമാണ് എൻ്റെ കൈകളിലുള്ള ഈ പാത്രത്തിൽ. സന്തതി നൽകുവാനും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഉതകുന്ന ധന്യമായ പ്രസാദമാണിത്. അങ്ങ് ഈ പ്രസാദം പത്നിമാർക്ക് വീതിച്ചു കൊടുത്താൽ അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും. ദാരിദ്ര്യ ദുഃഖം കൊണ്ട് വലയുന്ന ഒരുവന് എണ്ണിയാലൊടുങ്ങാതെ ധനം പെട്ടെന്ന് കിട്ടിയ മാതിരിയായി ദശരഥന്റെ അവസ്ഥ. ആ മഹാഭാഗ്യം നൽകിയ മഹാഭൂതത്തെ ഭക്തിപൂർവ്വം പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് ദശരഥൻ ദേവദത്തമായ പ്രസാദം വാങ്ങി. അതോടെ മഹാഭൂതം അപ്രത്യക്ഷനാവുന്നത് നോക്കി നിന്ന മഹാരാജാവ് സന്തോഷഭാഷ്പം നിറഞ്ഞ കണ്ണുകളോടെ പായസപാത്രവും പിടിച്ച് പ്രഥമ പത്നിയായ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് കയറി ചെന്നു. ആ സമയത്ത് ദ്വിതീയ പത്നിയായ കൈകേയിയും തൃതീയ പത്നിയായ സുമിത്രയും കൗസല്യയോടൊപ്പം ഉണ്ടായിരുന്നു. ദശരഥൻ പായസത്തിൽ പാതി കൗസല്യയ്ക്കും പാതിയിൽ പാതി സുമിത്രയ്ക്കും ബാക്കിയിൽ പാതി കൈകേയിക്കും ഒന്നാലോചിച്ച് നിന്നിട്ട് ശേഷിച്ചത് വീണ്ടും സുമിത്രയ്ക്കും നൽകി. പായസം കഴിച്ച രാജ്ഞിമാർ മൂന്നും അചിരേണ ഗർഭവതികളാവുകയും അവരും അവരുടെ പ്രിയവല്ലഭനായ രാജാവും സന്തോഷഭരിതരായി സന്താനജനനം പ്രതീക്ഷിച്ച് അക്ഷമരായി ദിവസങ്ങൾ കഴിക്കുകയും ചെയ്തു. മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ ലോകത്ത് അവതരിക്കുവാൻ നിശ്ചയിച്ചിരിക്കെ സ്വയംഭൂവായ ബ്രഹ്മദേവൻ ദേവന്മാരോട് പറഞ്ഞു: വിഷ്ണു ഭഗവാനെ സഹായിക്കുവാൻ കഴിവുള്ള പ്രഗത്ഭ സന്താനങ്ങൾക്ക് നിങ്ങൾ ജന്മമേകേണ്ടതായിട്ടിരിക്കുന്നു. കാമരൂപന്മാരും വായുവേഗന്മാരും മഹാശൂരന്മാരും അമിതശക്തന്മാരും ഗുണസമ്പന്നന്മാരും ആയിരിക്കണം. അവരിൽ ഓരോരുത്തരും വാനര രൂപധാരികളായ അവരുടെ മുൻഗാമികളായി എൻ്റെ പുത്രനായ ജാമ്പവാൻ മുമ്പ് തന്നെ ജന്മമെടുത്തിട്ടുണ്ട്. അപ്സരസുകളിലും ഗാന്ധർവ സ്ത്രീകളിലും അതുപോലെയുള്ള അമാനുഷിക വനിതകളിലും വേണം നിങ്ങൾ പുത്രോത്പാദനം നിർവഹിക്കുവാൻ. സൃഷ്ടാവിൻ്റെ നിർദ്ദേശം അമരവർഗക്കാർ നടപ്പിലാക്കിയതിൻ്റെ ഫലം താമസിയാതെ കാണുമാറായി. ദേവേന്ദ്രന്റെ പുത്രനായി ബാലിയും സൂര്യദേവന്റെ പുത്രനായി സുഗ്രീവനും ബൃഹസ്പതിയുടെ പുത്രനായി താരനും ജന്മമെടുത്തു. കുബേരന് ഗന്ധമാദനനും വിശ്വകർമാവിന് നളനും അഗ്നിദേവന് നീലനും പുത്രന്മാരായി പിറന്നു. മൈന്ദൻ, ദ്വിവിധൻ, സുഷേണൻ, ശരഭൻ അങ്ങനെ പല വാനരവീരന്മാരും ഓരോരോ ദേവന്മാരുടെ സന്താനങ്ങളായി ജന്മം കൊണ്ടു. എല്ലാവിധത്തിലും അവരിൽ പ്രമുഖൻ വായുദേവത തനയനായി ജനിച്ച ഹനുമാനായിരുന്നു. ഉന്നതാകാരന്മാരും അമിത ബലവാന്മാരും സ്വേച്ഛാ സഞ്ചാരികളും സർവാസ്ത്ര നിപുണന്മാരും അല്ലാത്ത വാനരന്മാർ അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. പർവ്വത സാനുക്കളിലും വനാന്തരങ്ങളിലും മറ്റും വാസമുറപ്പിച്ച് വാനരേന്ദ്രന്മാർ രാക്ഷസോന്മൂലനം എന്ന ജീവിത ലക്ഷ്യം സംപ്രാപ്തമാകുന്ന സമയത്തിനായി കാത്തിരുന്നു. വസന്തഋതുവിൽ ശുക്ലപക്ഷത്തിൽ നവമി തിഥിയിൽ പുണർതം നക്ഷത്രത്തിൽ പഞ്ചഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ കർക്കിടക ലഗ്നത്തിൽ കൗസല്യാദേവി
കൃഷ്ണവാർത്താംശവും സർവലക്ഷണ സമന്വിതനും സൂര്യവംശതിലകവുമായ ശ്രീരാമന് ജന്മം നൽകി. പൂയം നാൾ മീനരാശിയിൽ ഭരതൻ കൈകേയിയുടെ പുത്രനായും ആയില്യം നാൾ ഉദയത്തിൽ കർക്കിടക രാശിയിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാർ സുമിത്രയുടെ പുത്രന്മാരുമായും വിഷ്ണു അംശഭൂതന്മാരായി ജാതരായി. ദിക്കുകളെല്ലാം തെളിഞ്ഞു വിളങ്ങുകയും ഗന്ധർവന്മാർ പാടുകയും അപ്സരസുകൾ ആടുകയും ദേവവാദ്യങ്ങൾ മുഴങ്ങുകയും സ്വർഗത്തു നിന്ന് പുഷ്പവർഷം ചൊരിയുകയും പൗരസഞ്ചയങ്ങൾ ഹർഷോന്മാദരാവുകയും ചെയ്ത് ദിവ്യജനനങ്ങളെ ആഘോഷിച്ചു.